Welcome back to CS Bits, the complete IT solutions education channel. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കോമൺ ത്രെഡ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ബാധിക്കുന്ന ഭീഷണികൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും 8 ടൈപ്പിലുള്ള ത്രെഡ്സ് ആണ് പഠിക്കാനുള്ളത്. വൈറസ്, വോം, ട്രോജൻ ഹോഴ്സ്, സ്പാംസ്, ഹാക്കിംഗ്, ഫിഷിംഗ്, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ആദ്യത്തെ വൈറസ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരു ഫയലിലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലൊക്കെ സ്വയം കയറി കൂടിയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന അല്ലെങ്കിൽ കയറി പറ്റുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുക. അത് നമ്മുടെ പെർമിഷൻ, ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ കോപ്പി ചെയ്ത് തരികയെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ആ വൈറസ് പ്രോഗ്രാം ഞാൻ കോപ്പി ചെയ്യുന്ന ഫയലിൻ്റെ കൂടെ കയറി പറ്റും. അതിനുശേഷം ഞാൻ നിങ്ങൾക്കത് കോപ്പി ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ കോപ്പി ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ കൂടെ ഈ വൈറസ് പ്രോഗ്രാമും കൂടെ കയറിപ്പോവും. അങ്ങനെ കയറിപ്പോന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീച്ച് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് വൈറസ്. അടുത്തത് വോമാണ്. വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് പോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാമുകളെയും സോഫ്റ്റ്വെയർസിനെയും കമ്പ്യൂട്ടറിനെയൊക്കെ മൊത്തം ഡാമേജ് ആക്കുന്ന ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് വോം എന്ന് പറയുന്നത്. വോമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കയറി വരുമ്പോൾ അത് ഒരു ഫയലാണ് എങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ അത് പലതുകളായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യും, വിഘടിക്കും. ഇനി അടുത്തതാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഈ ട്രോജൻ ഹോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതായത് സ്വയം വിഘടിച്ച് പലതുകളാവാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഇതിലില്ല, ട്രോജൻ ഹോഴ്സിനില്ല. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആയിട്ട് തോന്നും. പക്ഷേ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്താലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളത് ഓപ്പൺ ആക്കിയാലോ എന്ത് ചെയ്യും, അത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകളെല്ലാം ഇൻഫെക്റ്റ് ചെയ്യും, കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തേക്ക് അത് ബാധിക്കും. ഇനി നമുക്ക് അടുത്തത് സ്പാംസ് ആണ്. സ്പാംസ് അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് ആണ്. ഈ ജങ്ക് മെയിൽസ് ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ ഇമെയിൽ ID ഉണ്ട്. ആ ഇമെയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പാം എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണാൻ പറ്റും. ആ ഫോൾഡറിൽ ഫുള്ള് നമ്മളെ ഈ പരസ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്തെങ്കിലും ഒരു സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള പരസ്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാണ്ട് നമ്മുടെ മെയിലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ അഡ്വർടൈസ്മെൻറ്റ് മെയിലുകൾ തന്നെയാണ് നമ്മൾ സ്പാംസ് അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഹാക്കിംഗ് ആണ്. ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള മറ്റുള്ള കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടാവില്ലേ, ആ കമ്പ്യൂട്ടറുകളെയൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു സുരക്ഷ ഉണ്ടാവില്ലേ, ആ ഒരു പ്രൊട്ടക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളെയൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക. ആ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുക. ഈ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഹാക്കിംഗ് ഉണ്ട്, അതല്ല ദുരുദ്ദേശത്തോടെ ചെയ്യുന്ന ഹാക്കിംഗ് ഉണ്ട്. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു, ആ നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ ആണോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റകൾ സെക്യൂർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ തന്നെ അതിൻ്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുക. അതിനെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റുകൾ എന്ന് പറയുക, വൈറ്റ് ഹാക്കിംഗ് എന്ന് പറയുക. ഇനി അതല്ല, എന്തെങ്കിലും ദുരുദ്ദേശത്തോട് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടാക്കി നിങ്ങൾ ആരെങ്കിലും അത് മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിലുള്ള ഡേറ്റകളൊക്കെ ഹാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഹാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ബ്ലാക്ക് ഹാറ്റുകൾ എന്ന് പറയാം. ഇനി അടുത്തത് ഫിഷിംഗ് എന്താണെന്ന് നോക്കാം. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെബ്സൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാൽവെയറാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ്, ഇപ്പോൾ ബാങ്കിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള നമുക്ക് അത്യാവശ്യമുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, ആ വെബ്സൈറ്റുകൾ ഒറിജിനൽ വെബ്സൈറ്റുകൾ പോലെ എന്തുണ്ടാവും എന്നറിയാമോ, ഈ മാൽവെയറിൻ്റെ ആളുകൾ
അതേപോലെയുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കും. ഇപ്പം നമ്മളൊരു ബാങ്കിങ് സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂസർ നെയിം പാസ്വേഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബാങ്കിൻ്റെ സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം അതിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള വേറൊരു വെബ്സൈറ്റ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ പ്രൊവൈഡ് കിട്ടുക. അപ്പോൾ നമ്മൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ ആ ഒരു ഫേക്കായിട്ടുള്ള സൈറ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും എല്ലാം അവർക്ക് അത് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്കാണ്, അല്ലെങ്കിൽ DOS എന്ന് പറയും. ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് സെർവറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അറ്റാക്കാണ്. അതായത് സെർവറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു നെറ്റ്വർക്ക് ചെയ്യണം, നമ്മുടെ അടുത്തൊരു നെറ്റ്വർക്ക് ഉണ്ട്, 100 സിസ്റ്റംസ് വെച്ചിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്തിരിക്കുന്നത്. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു സെർവർ സിസ്റ്റം ഉണ്ട്. ആ സെർവർ സിസ്റ്റത്തിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിനൈൽ ഓഫ് അറ്റാക്ക് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ സെർവറിനെയാണ് അത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സെർവറിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെർവറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അത് താളം തെറ്റിക്കും. അപ്പോൾ ആ സെർവറൊക്കെ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ആ സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റുള്ള സിസ്റ്റംസ് എല്ലാം എന്ത് ചെയ്യും, അവിടെ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വർക്കുകളൊന്നും അവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, ഇനി അടുത്തത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഡാറ്റ അയക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരാൾ പ്രവർത്തിക്കും. അതായത് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഫോൺ ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ ഫോൺ കോൾ ചോർത്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ. അതായത് ഞാൻ ഇപ്പം നിങ്ങൾക്കൊരു ഫോൺ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്ത് ചെയ്യുന്നറിയാം, മിഡിലിൽ ഇത്തരം ആളുകൾ പ്രവർത്തിച്ചിട്ട് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് ചോർത്തിയെടുക്കും. ഓക്കെ, അങ്ങനെ ഉള്ള അറ്റാക്കുകൾ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അയച്ച മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഈ അറ്റാക്കർ പ്രവർത്തിച്ചിട്ട് ഞാൻ അയച്ച മെസ്സേജിൽ എന്തെങ്കിലും എഡിറ്റിങ്സൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സെൻറ്ററും റിസീവറും തമ്മിൽ ഡാറ്റകൾ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മിഡിലുള്ള ആളുകൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഹാക്ക് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മെസ്സേജുകൾ അയക്കുക. അത് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ HTTPS, SFTP, അതായത് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ് SFTP എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കണക്ഷനുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പ്രിവെൻറ്റിംഗ് നെറ്റ്വർക്ക് അറ്റാക്കാണ്. നെറ്റ്വർക്ക് അറ്റാക്കിനെ നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. നമുക്ക് 3 മെത്തേഡുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് 1 ഫയർവാൾ, 2 ആൻറ്റിവൈറസ് പ്രോഗ്രാംസ്, 3 കുക്കീസ്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൽ ഇപ്പം നമ്മുടെ ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിൽ ഒരു 10-40 സിസ്റ്റംസ് വെച്ചിട്ട് നമ്മൾ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഫയർവാൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് ഈ ഫയർവാൾ, ഇപ്പോൾ ഈ നെറ്റ്വർക്കിൽ നമ്മൾ ഫയർവാൾ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട്, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ പെർമിഷൻ ഇല്ലാണ്ട് പുറത്തുനിന്നുള്ള ഒരു പ്രോഗ്രാമും, അതിപ്പോൾ മാൽവെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള വൈറസുകളായിക്കോട്ടെ, പുറത്തുനിന്നുള്ള ഒരു പ്രോഗ്രാമും നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കയറി വരില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കയറി വരുന്ന ആ പ്രോഗ്രാമുകളെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫയർവാളിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഫയർവാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മലേഷ്യസ് സോഫ്റ്റ്വെയർസ് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കയറി വരുന്നത് നമുക്ക് തടയാൻ പറ്റും. രണ്ടാമത് ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള സിസ്റ്റങ്ങളിലെല്ലാം ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ വൈറസ് ഉള്ള സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഇൻഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറസ് ബാധിച്ചിട്ടുള്ള ഫയലുകളെല്ലാം അത് കണ്ടെത്തിയിട്ട് അത് ശരിയാക്കും, സ്കാൻ ചെയ്തിട്ട് നീക്കം ചെയ്യും, റിമൂവ് ചെയ്യും. അതല്ല നമുക്ക് വൈറസുകളൊന്നും ഇല്ല എങ്കിൽ പുതുതായിട്ട് വരുന്ന വൈറസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡാണ് കുക്കീസ് എന്ന് പറയുന്നത്.
അപ്പോൾ കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യില്ലേ, ആ ഒരു യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും വെബ്സൈറ്റിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ നമ്മളറിയാണ്ട് നമ്മളുടെ ബ്രൗസറിൻ്റെ ഉള്ളിൽ കുക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളുടെ ഇമെയിൽ ഐ ഡികളും നമ്മളുടെ ഈ യൂസർ നെയിംസും നമ്മളുടെ പാസ്വേഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ സൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ അറിയാണ്ട്, ഇപ്പോൾ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ബ്രൗസർ വേണമല്ലോ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറോ, മൊസില്ല ഫയർഫോക്സോ, ഓപ്പറ മിനിയോ, ഗൂഗിൾ ക്രോം ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ സൈറ്റിൻ്റെ ഉള്ളിലുള്ള നമ്മൾ കാണാത്ത ഒരു പ്രോഗ്രാമാണ് കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടോ, എന്തൊക്കെ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുക്കുന്നുണ്ടോ, അതെല്ലാം ഈ കുക്കീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ പോയിട്ട് നമ്മളത് ചെയ്തു, നമ്മൾ പോകുന്നു, ക്ലോസ് ചെയ്ത് പോകുന്നു, വേറൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ കുക്കീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള യൂസർ നെയിം പാസ്വേഡൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് അത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമ്മളതിനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവർ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കുക്കീസ് പ്രോഗ്രാംസ് നമ്മളെപ്പോഴും ക്ലിയർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വഴി നമുക്കൊരു പരിധി വരെ നമ്മുടെ നെറ്റ്വർക്കുകളെ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റുകളെ, നമ്മുടെ ഡാറ്റകളെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതോടുകൂടി +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി.